എല്ലാവർക്കും നമസ്കാരം. യതീശയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്ന ഈയൊരു വാൽമീകി രാമായണം അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈയൊരു രാമായണത്തിൻ്റെ താത്വികമായ ഒരു പര്യവേക്ഷണ എപ്പിസോഡിലേക്ക് 16ാമത് എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് രാമായണത്തിൻ്റെ യഥാർത്ഥ തത്വങ്ങളിലൂടെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അഗസ്ത്യ ഋഷിയുടെ തത്വങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്തുകൊണ്ടാണ്. ഏവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ മമ ഹൃദി രമതാം രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അഗസ്ത്യ മഹർഷിയെ, അതായത് ആത്മചൈതന്യത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ജ്ഞാനം, അതുപോലെ തന്നെ ആത്മീയ നിയന്ത്രണം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന തത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വിന്ധ്യാചലം, അതിൻ്റെ അഹങ്കാരം, വിനയത്തിൻ്റെ ആവശ്യകത എന്നിവയൊക്കെ പ്രതീകപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ അഗസ്ത്യ മഹർഷി അല്ലെങ്കിൽ അഗസ്ത്യ മുനി എന്ന തത്വം. വിന്ധ്യാചലൻ്റെ വളർച്ച അനിയന്ത്രിതമായ അഹങ്കാരത്തിൻ്റെയും ആ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെയും ഒക്കെയാണ് ആ പുരാണ കഥകളിൽ പ്രതീകവൽക്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതീകപ്പെടുത്തുന്നത്. അതേസമയം അഗസ്ത്യൻ്റെ ആ ഇടപെടൽ വിനയത്തിൻ്റെ ശക്തിയെയാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. വിന്ധ്യാചല പർവ്വതത്തിൻ്റെ വളർച്ചയും തുടർന്നുള്ള അതിൻ്റെ ആ താഴ്മയും പ്രപഞ്ചശക്തികളുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയുടെ ക്രമം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈശ്വരൻ്റെ ഇടപെടലിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവികമായ ഇടപെടലിൻ്റെ ആവശ്യകതയുമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആ കഥകളിലൂടെ മനസ്സിലാക്കി തരുന്നത്. വിന്ധ്യാചലൻ താൻ മടങ്ങി വരുന്നത് വരെ കുമ്പിട്ടിരിക്കാൻ അഗസ്ത്യൻ നിർദ്ദേശിച്ചത് എന്നാണല്ലോ കഥാ അവസ്ഥ അല്ലെങ്കിൽ പശ്ചാത്തലം. അപ്പോൾ ഒരു ശിഷ്യനെ ആത്മീയ വളർച്ചയിലേക്കും ആത്മനിയന്ത്രണത്തിലേക്കും നയിക്കുന്നതിൽ ഗുരുവിൻ്റെ പങ്കിനെയും കൂടി നമ്മൾക്ക് ഈ ഒരു കഥാപശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ഋഷിയും അതുപോലെ ഗുരുവുമായിട്ടുള്ള അഗസ്ത്യൻ്റെ പങ്ക് വളരെ ഉയർന്ന സത്വത്തെയോ ആന്തരികമായ ആ വഴികാട്ടുന്ന ചൈതന്യത്തെയോ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതീകവൽക്കരിക്കേണ്ടത്. ആ ഒരു ചൈതന്യം നമ്മൾക്ക് ജ്ഞാനം, അതുപോലെ തന്നെ മാർഗനിർദ്ദേശം, ആത്മീയമായ ഒരു ദിശാബോധം എന്നിവയൊക്കെ നമ്മൾക്ക് കാട്ടിത്തരുന്ന ഒരു ചൈതന്യമാണ്.
അഗസ്ത്യൻ്റെ ജ്ഞാനം യഥാർത്ഥത്തിൽ മാർഗനിർദ്ദേശം, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യാത്മാവിൻ്റെ ആത്മീയ പുരോഗതികളിലേക്കുള്ള മാർഗനിർദ്ദേശം, പ്രശ്നപരിഹാര കഴിവുകൾ എന്നിവ ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് നമ്മൾക്കറിയാം. അത് വിവേചിക്കുകയും ആ വിവേചനം കാണിക്കുകയും ജ്ഞാനപൂർവമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് ഈ പറയുന്ന അഗസ്ത്യ ചൈതന്യമാണ്. അത്യാവശ്യമായതും അതല്ലാത്തതും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ആ കഴിവ്, അഗസ്ത്യൻ്റെ ആ കഴിവിനെ വിവേകത്തിൻ്റെ അല്ലെങ്കിൽ വിവേചനത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇത് നമ്മെ പോലുള്ള വ്യക്തികളിൽ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ, പരമമായ സത്യത്തെ തിരിച്ചറിയാനും അതുപോലെ തന്നെ വിവേകപൂർവമായ തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മെ സഹായിക്കുന്നതാണ്. ആത്മീയ വളർച്ച കൈവരിക്കുന്നതിന് ഒരു വ്യക്തി സ്വന്തം അഹങ്കാരത്തെയും അവനവൻ്റെ പരിമിതികളെയും നേരിടുകയും അതിനെ മറികടക്കുകയും ചെയ്യണം. അങ്ങനെ ആന്തരിക പരിവർത്തനത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് യഥാർത്ഥത്തിൽ അഗസ്ത്യൻ എന്ന തത്വം. ഇനി നമ്മൾക്ക് യഥാർത്ഥത്തിൽ പിന്നീട് കഴിഞ്ഞ കഥാതന്തുവിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു വിഷയമാണ് പഞ്ചവടി. യഥാർത്ഥത്തിൽ പഞ്ചവടിയും ഇതുപോലെ ഒരു വിശദീകരണം അർഹിക്കുന്ന ഒരു തത്വം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പദം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലനാമം തന്നെയാണ്. കാരണം വാൽമീകി രാമായണത്തിൽ യഥാർത്ഥത്തിൽ കഥാപാത്രങ്ങളുടെ നാമത്തിൽ മാത്രമല്ല കേട്ടോ, സന്ദർഭങ്ങളും അതുപോലെ തന്നെ സ്ഥലനാമങ്ങളിൽ പോലും മഹർഷി ഒരുപാട് തത്വങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പഞ്ചവടി എന്ന ആ ഒരു സ്ഥലനാമം എടുത്തു നോക്കിയാൽ തന്നെ സംസ്കൃത പദവിച്ഛേദനം നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകളുടെ ക്രമത്തിൽ ശ്രേണിയിൽ നമുക്ക് പോയാൽ തന്നെ വീണ്ടും അത് 2 പദങ്ങളിൽ നിന്നാണ് പഞ്ചവടി എന്ന ആ ഒരു വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. 5 എന്നർത്ഥമുള്ള പഞ്ചം, അതുപോലെ വൃക്ഷം അല്ലെങ്കിൽ ആവരണം എന്ന അല്ലെങ്കിൽ ചുറ്റുപടി എന്നർത്ഥമുള്ള വടി, അതാണ് പഞ്ചവടി. 5 ആവരണം അല്ലെങ്കിൽ 5 വൃക്ഷങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം കൽപ്പിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചവടി എന്നത് ശ്രീരാമനും സീതാമാതാവും ലക്ഷ്മണനും വനവാസകാലത്ത് താമസിച്ചിരുന്ന ഒരു പുണ്യസ്ഥലത്തെയാണ് കഥയിൽ സൂചിപ്പിക്കുന്നതെങ്കിലും പഞ്ചവടി യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനം കൂടിയാണ്. കാരണം വാൽമീകി രാമായണം രചിച്ചത് ധാരാളം ഇതുപോലെയുള്ള ഭൗതികമായ സ്ഥലനാമങ്ങളും കൂടെ വിളക്കി ചേർത്തിട്ടാണ്. അതിന് കാരണം എന്താണ്? കാലാതീതമായ ആ ഇതിഹാസ കാവ്യം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഭാരതത്തിൽ പഞ്ചവടി എന്ന സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് രാമായണത്തിലെ ഈ ഒരു കഥാപശ്ചാത്തലം ഓർമ്മ വരും. അതുപോലെ ഇപ്പോൾ ശ്രീലങ്ക എന്നുള്ള രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് രാവണനെ ഓർമ്മ വരും എന്ന് പറയുന്ന പോലെ വളരെ ബുദ്ധിപരമായിട്ടാണ് യഥാർത്ഥത്തിൽ ഓരോ സ്ഥലവും ഓരോ സ്ഥലനാമവും വാൽമീകി തിരഞ്ഞെടുത്തത് ഈ കാവ്യം രചിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലം കൂടിയാണ് പഞ്ചവടി എന്ന് പറയാൻ കാരണം ഗോദാവരി നദിക്കടുത്ത് ആണ് ഈ ഒരു സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അവിടെ ശ്രീരാമനും കൂട്ടാളികളും വനവാസകാലത്ത് താമസിച്ചിരുന്നതായും ഈ സ്ഥലം വലിയ ഒരു ആത്മീയ പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ പഞ്ചവടിയെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ തത്വങ്ങളിലേക്ക് പോകുമ്പോൾ 2 തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. ഇനി രാമായണത്തിൻ്റെ പശ്ചാത്തലമാണെങ്കിൽ പഞ്ചവടിക്ക് നിരവധി രൂപകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീകപരമായും അതുപോലെ സൂക്ഷ്മമായ അർത്ഥതലങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിലാണ് ആദ്യം നമ്മൾ പറഞ്ഞ 5 വൃക്ഷങ്ങൾ. പഞ്ചവടി യഥാർത്ഥത്തിൽ 5 പ്രത്യേക വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അത് അരയാല്, ആല്, ബിൽവമരം, നെല്ലിമരം അല്ലെങ്കിൽ ആംലമരം, അതുപോലെ അശോകമരം. ഈ വൃക്ഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരതീയ നാഗരികതയിൽ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന വൃക്ഷങ്ങളാണ്. ആത്മീയ വളർച്ച അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഐക്യം എന്നിവയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ വൃക്ഷസങ്കല്പം, പ്രാധാന്യമുള്ള വൃക്ഷസങ്കല്പം. അരയാല് അല്ലെങ്കിൽ നമ്മൾ പീപ്പൽ ട്രീ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ആ വൃക്ഷം ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവിനും പേര് കേട്ടതാണ്, യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ വരഗതം എന്ന് പറയുന്ന ആല്, അത് ദീർഘായുസിൻ്റെയും ആത്മീയ വളർച്ചയുടെയും പ്രതീകമാണ്. അതാണ് തപസ്വികളൊക്കെ തിരഞ്ഞെടുക്കുന്ന മരമാണത്. കാരണം ധ്യാനം ചെയ്യുവാനും ഒക്കെ ബോധോദയത്തിന് വളരെ നല്ലതാണെന്നുള്ള വിശ്വാസം. അതുപോലെ തന്നെ ബിൽവമരം, അത് സാക്ഷാൽ ശിവഭഗവാനുമായി ബന്ധപ്പെട്ടതും ധാരാളം ഔഷധ ഗുണങ്ങൾക്ക് പേര് കേട്ട
വൃക്ഷവും കൂടെയാണ്. ഇനി നമ്മൾക്ക് എല്ലാം അറിയുന്ന ആ നെല്ലിമരം അല്ലെങ്കിൽ നെല്ലിക്ക മരം അല്ലേ, കാരണം ആംലമരം എന്നൊക്കെ പറയുന്ന അത് ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ആംല എന്ന് നമുക്കറിയാം. ധാരാളം മരുന്നിനും ഈ പറയുന്ന ആരോഗ്യപരമായ സമതുലിത അവസ്ഥയ്ക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി അശോകമാകട്ടെ ഇതുപോലെ തന്നെ രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വൃക്ഷവുമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സ്നേഹവും ഭക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മരമാണ് അശോകം. അശോകം അതുകൊണ്ടാണ് അതിൻ്റെ ആ പേര് തന്നെ അശോകവനി. സീതാമാതാവ് ഇരുന്നത് അശോകം, ശോകത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. ഇനി ഇത് തന്നെ പഞ്ചവടിക്ക് രണ്ടാമതൊരു വ്യാഖ്യാനം നോക്കുമ്പോൾ നമ്മൾക്ക് അത് പഞ്ച ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു വ്യാഖ്യാനം കൂടെ നമ്മൾക്ക് അതിന് ചമയ്ക്കാമാണ്. എന്താണ് പഞ്ചവടി? യഥാർത്ഥത്തിൽ മനുഷ്യാനുഭവത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെ, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നുള്ള ഈ 5 ഇന്ദ്രിയങ്ങളെ, അതിൻ്റെ ഇന്ദ്രിയ ശക്തികളെയും പ്രതിനിധീകരിക്കുന്നതാണ്. പഞ്ചവടിയിലെ ശ്രീരാമൻ്റെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ശരീരത്തിൽ ഈ പറയുന്ന ദശരഥമാകുന്ന നമ്മുടെ ശരീരത്തിൽ പ്രാധാന്യമുള്ളതാണ് 5 ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ മനസ്സിലേക്ക് ഈ പ്രകൃതിയിൽ നിന്ന് എല്ലാ അനുഭവങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ശക്തി ആവണമെങ്കിൽ, ശ്രീരാമൻ ആത്മചൈതന്യമാണെങ്കിൽ, മനസ്സിൻ്റെ അധിഷ്ഠാതൃ ചൈതന്യമാണ്, ശുദ്ധബോധമാണെങ്കിൽ ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ചൈതന്യം ആയി അദ്ദേഹം ഉയരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചവടിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ അധിഷ്ഠാതൃ ചൈതന്യമായി, അതിൻ്റെ അധീശ ശക്തിയായി വസിക്കുക എന്നുള്ളതാണ് അർത്ഥം സൂക്ഷ്മതലത്തിൽ. ഇത് ഈ പറയുന്ന പോലെ തന്നെ വളരെ ആത്മീയമായ വളർച്ചയ്ക്ക്, പഞ്ചവടി ശരിക്കും ആത്മീയമായ വളർച്ചയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ശ്രീരാമനും ഈ പറയുന്ന ലക്ഷ്മണനും സീതയൊക്കെ അവരുടെ യാത്രയെ രൂപപ്പെടുത്തുന്ന സുപ്രധാന അനുഭവങ്ങൾക്ക് ഇവിടെ വിധേയരാകുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദിവ്യമായ ഒരു ബന്ധം കൽപ്പിക്കാൻ പഞ്ചവടിക്ക് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പഞ്ചവടിക്ക് അടുത്തുള്ള ഗോദാവരി നദി യഥാർത്ഥത്തിൽ ആ നദി പ്രതീകവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്നത് ജീവൻ്റെ പ്രവാഹത്തെയും ഈശ്വരനുമായുള്ള ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. ആ നദി ഗോദാവരി എന്നുള്ള ആ നദിയുടെ നദീ തീരത്തിലാണ് ഈ ആശ്രമം. അപ്പം അത് പ്രതീകവൽക്കരിക്കുന്നത് ജീവൻ്റെ പ്രവാഹം. എങ്ങനെയാണ് നദിയിലെ ജലം പ്രവഹിക്കുന്നത് അതുപോലെയാണ് ജീവൻ്റെ പ്രവാഹം. ആ പ്രവാഹത്തിൽ ഈശ്വരനുമായുള്ള ബന്ധം. ഇപ്പോൾ പഞ്ചവടിയിലെ ശ്രീരാമൻ്റെ സാന്നിധ്യം പരമമായ സത്യമായ ചൈതന്യമായിട്ട് അല്ലെങ്കിൽ ആ ബ്രഹ്മശക്തിയുമായിട്ട് ശ്രീരാമൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അതിനുള്ള മറ്റൊരു പ്രതീകം. ഇനി വേറെ പറയുമ്പോൾ ശ്രീരാമൻ എന്നുള്ളത് ആത്മീയ മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ്, ആത്മനിയന്ത്രണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ചൈതന്യമാണെങ്കിൽ പഞ്ചവടി എന്നുള്ളത് പഞ്ചേന്ദ്രിയങ്ങളെയും ആത്മീയ വളർച്ചയും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും പ്രതീകവൽക്കരിക്കുന്നതാണ് പഞ്ചവടി. അതുപോലെ തന്നെ ഗോദാവരി എന്നുള്ളത് ജീവൻ്റെ പ്രവാഹത്തെയും ഈശ്വരനുമായുള്ള ബന്ധത്തെയും പ്രതീകവൽക്കരിക്കുന്നു. ശരിക്കും പഞ്ചവടി എന്ന ഈ പറയുന്ന സ്ഥലനാമത്തിന് പുരാണങ്ങളിലും രാമായണത്തിലും നോക്കിയാൽ തന്നെ അഗാധമായ പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആത്മീയമായ വളർച്ചയും ആത്മസാക്ഷാത്കാരവും പ്രകൃതിയുമായുള്ള ഈശ്വരനുമായുള്ള ആ ബന്ധം എന്നിവയെ പ്രതീകവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകി യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലനാമം തന്നെ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ കഥാഭാഗത്ത് നമ്മൾ കണ്ട ഒരു കഥാപാത്രമാണ് ജടായു അല്ലേ. കാരണം നമ്മുടെ പുരാണങ്ങളിലൊക്കെ ജടായു ഒരു പക്ഷിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും കഴുകനായോ അതിഭക്ഷകനായ ഒരു വലിയ പക്ഷിയായിട്ടോ ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാമായണത്തിൽ ഈ പറയുന്ന ജടായുവിന് പ്രധാന പങ്ക് നമ്മൾ കാണുന്നുണ്ട്. ജടായു എന്ന സംസ്കൃത പദം യഥാർത്ഥത്തിൽ ഈ നേരത്തെ നമ്മൾ പഞ്ചവടിയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ജട ആയു ഈ 2 പദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ജട എന്നറിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം അല്ലേ, മെട കെട്ടിയ അല്ലെങ്കിൽ പിണഞ്ഞ മുടി എന്നാണ് അർത്ഥം ജട. അത് ജീവൻ അല്ലെങ്കിൽ ശക്തി എന്നർത്ഥം വരുന്ന ആയുവുമായി ചേർന്നിട്ടാണ് ജടായു, അതായത് ജീവൻ അല്ലെങ്കിൽ ആയു. അപ്പോൾ ഈ 2 പദങ്ങളിൽ നിന്നാണ് ജടായു എന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജട അല്ലെങ്കിൽ ജട പിടിച്ച മുടി അല്ലെങ്കിൽ മെട പിടിച്ച മുടി അല്ലെങ്കിൽ മെടഞ്ഞിട്ട അല്ലെങ്കിൽ പിണഞ്ഞ മുടി എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ജട അധികവും നമ്മൾ കാണാം. ഇപ്പോൾ ശിവനെയൊക്കെ നോക്കിയാലും നമ്മൾ കാണുന്നുണ്ടല്ലേ, ജടാധാരിയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പ്രതീകവും അല്ലെങ്കിൽ ആത്മീയമായ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും?
ഭഗവാൻ ശിവന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സന്യാസത്തിൻ്റെയും ആത്മീയമായ ശക്തിയുടെയും ഈശ്വരീയത ഉള്ള ആ സത്വത്തിൻ്റെ ബന്ധത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. അവരുടെ നമ്മൾ ഋഷീശ്വരന്മാരെ നോക്കിയാലും പലർക്കും ജടയുള്ള മുടി കാണാം. എന്താണ് അത്? അവരുടെ ആത്മീയ ജ്ഞാനം, സന്യാസം, ദൈവികതയുമായുള്ള ബന്ധം എന്നിവയൊക്കെ പ്രതീകവൽക്കരിക്കുന്നതാണ്. ആയു എന്ന് പറഞ്ഞാൽ പ്രധാനമായും ജീവൻ അല്ലെങ്കിൽ ആയുസ് അല്ലെങ്കിൽ ദീർഘായുസ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജീവജാലങ്ങളെ നിലനിർത്തുന്ന ജീവശക്തി അല്ലെങ്കിൽ ആ ചൈതന്യം അല്ലെങ്കിൽ ജീവശക്തിയെയും ഒക്കെയാണ് ഈ പറയുന്ന ആയു എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ജഡയുടെ ഒരുപാട് തലങ്ങൾ അല്ലെങ്കിൽ ആ ആത്മീയ പ്രാധാന്യം ജഡ എന്ന വാക്കിന് എന്താണ് നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഈ പറയുന്ന സന്യാസപരമായ എല്ലാത്തിനെയും നമ്മൾ ഒരേ അർത്ഥത്തിൽ, അതായത് ഈ സംസാര സാഗരത്തിൽ നിന്നുള്ള വൈരാഗ്യത്തെ ഒക്കെ സൂചിപ്പിക്കുന്നത്, പരിത്യാഗത്തിൻ്റെ ഒക്കെ സൂചനയാണ് യഥാർത്ഥത്തിൽ. ഇതൊരു വ്യക്തിയുടെ ലൗകിക ജീവിതത്തിൽ നിന്നും അകൽച്ചയെയും ആത്മീയ കാര്യങ്ങൾക്കുള്ള ശ്രദ്ധയെയും പ്രതീകവൽക്കരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജഡ. കാരണം ഒരാളുടെ മുടി എപ്പോഴാണ് ജട കെട്ടുക? അയാളിൽ നിന്ന് സൗന്ദര്യബോധം ഇല്ലാതാവുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ പരിപാലന ധർമ്മം അയാൾ മറക്കുകയോ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എപ്പോഴാണ് നമ്മളത് മറക്കുക? മറ്റ് എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും എനിക്കും ഭൗതികതയിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലൗകികമായ കാര്യങ്ങളിൽ ശ്രദ്ധ നഷ്ടപ്പെട്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന മുടി ഒതുക്കി വെക്കാനോ മുടി കെട്ടിവെക്കാനോ മുടിയിൽ എണ്ണ തേച്ച് നിത്യേന അതിനെ പരിപാലിക്കാനോ ഒന്നുമുള്ള താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ താല്പര്യമില്ലായ്മ എന്തിൽ നിന്ന്? ലൗകികമായ കാര്യങ്ങളിൽ നിന്നുള്ള താല്പര്യമില്ലായ്മ. അതിനെയാണ് നമ്മൾ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജഡ എപ്പോഴും നമ്മളോട് പറയുക, അത് ആത്മീയതയിലുള്ള ഒരു മനുഷ്യൻ്റെ പ്രയാണത്തിൽ ലൗകിക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലൗകിക കാര്യങ്ങളിൽ നിന്നുള്ള വൈരാഗ്യത്തെ, പരിത്യാഗത്തെ ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്, പ്രതീകമാക്കി കാണിക്കുന്നത്. ഇനി ആത്മീയമായ ശക്തിയും ജ്ഞാനവും കൂടെ പ്രതീകം ആയി കരുതുന്നു ഈ ജഡയെ കാണുമ്പോൾ. കാരണം ആത്മീയമായ ശക്തിയുടെയും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ ജഡ ഈശ്വരീയതയുമായുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെയും ഉയർന്ന ബോധാവസ്ഥകളിലേക്ക് എത്താനുള്ള അവരുടെ കഴിവിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. കാരണം നമുക്കറിയാം, ജടയൊക്കെ കെട്ടണമെങ്കിൽ നീട്ടി വളർത്തിയ മുടി ഉണ്ടാവണം. അപ്പം ഒരു മുടിയൊക്കെ നീട്ടി വളർത്തണമെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒരു ലക്ഷ്യബോധത്തോടു കൂടി നടക്കുന്ന ഒരു മനസ്സുള്ള ഒരു മനുഷ്യനെ സാധിക്കുള്ളൂ. ഉയർന്ന ബോധതലമുള്ള മനുഷ്യന് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജഡ എന്നുള്ളത് ഈശ്വരീയമായ അല്ലെങ്കിൽ ഈശ്വരീയതയുമായുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെയും ഉയർന്ന ബോധാവസ്ഥകളിലേക്ക് അയാൾക്ക് എത്തുവാനുള്ള അയാളുടെ കഴിവിനെയുമാണ് ജഡ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ തപസ് അല്ലെങ്കിൽ കഠിനനിഷ്ഠ എന്ന് പറയുന്നത്. അതായത് ഈ ജഡയായി വളർന്ന രീതി അല്ലെങ്കിൽ ജഡയാക്കി മുടിയെ വളർത്തുന്ന രീതി പലപ്പോഴും അതൊരു തപസ്സായിട്ടായിരിക്കും. സ്വയം അച്ചടക്കവുമായിട്ടും അതിന് ബന്ധമുണ്ടാവും. ഈ വലിയ ആത്മീയ വളർച്ചയ്ക്ക്, സാക്ഷാത്കാരത്തിന് ഒക്കെ ജഡ ഒരു പ്രതീകമാണ് ശരിക്കും. ഇനി എന്താണ് അത്? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങളെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവഗണിക്കുന്നതിലും അടുപ്പമില്ലാത്തതിലേക്കുമാണ് നമ്മളെ നയിക്കുക. കാരണം ജഡാമുടി ശരിക്കും അലങ്കോലമായ ലൗകിക ആഗ്രഹങ്ങളോടൊന്നും അഹങ്കാരത്തോടൊന്നും ബന്ധമില്ലാത്ത ഒരു അവസ്ഥയാണ് ജഡാമുടി നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളെ ജഡാമകുടധാരിയൊക്കെ ആണെങ്കിൽ അതിൽ നമ്മുടെ ക്യാരക്ടർ ശരിക്കും തെളിഞ്ഞു കാണാം. കാരണം എന്താ? നമ്മൾ ലൗകികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളോ അഹങ്കാരമോ ഒന്നും ഒരു ബന്ധമില്ലാത്ത ഒരു വൈരാഗിയായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുക. പിന്നെ എപ്പോഴും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കും. കാരണം പ്രകൃതി ലോകവുമായുള്ള ഒരു ബന്ധത്തെ ജഡയ്ക്ക് പ്രതീകവൽക്കരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഒരു വ്യക്തിയുടെ പരിതസ്ഥിതിയുമായുള്ള ഐക്യം. കാരണം എന്താണ്? ഈശ്വരി പ്രപഞ്ചമാണെങ്കിൽ ആ പ്രപഞ്ചവുമായി ഇണങ്ങി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന മറ്റ് പ്രപഞ്ചത്തിൽ തൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരം പോലും നശ്വരമാണ്. ഈ മുടി പോലും എത്ര പരിപാലിച്ചാലും എൻ്റെ ആത്മാവ് ഇതിൽ നിന്ന് ഇറങ്ങിയാൽ അത് നശിക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള ബോധത്തോടെയാണ് പിന്നെ നമുക്ക് ആ സൗന്ദര്യതയിൽ നിന്ന് നമ്മൾ മാറി നടക്കുക. പിന്നെയുള്ളത് ഈ പറയുന്ന അതീന്ദ്രിയമായ ശക്തിയാണ്. പലപ്പോഴും അതീന്ദ്രിയതയുടെ പ്രതീകമായിട്ട് നമുക്ക് ജഡയെ കാണാൻ സാധിക്കണം. കാരണം ലൗകികമായ ഒരു വ്യക്തിക്ക് ലൗകികമായ ബന്ധനത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അതുപോലെ അഹം തത്വം, മമ തത്വമൊക്കെ വരും. കാരണം എൻ്റേത്, ഞാൻ എൻ്റേത് എന്നുള്ള ബോധമൊക്കെ വരും. ഈ അതിരുകൾക്കൊക്കെ അപ്പുറത്ത് പോകാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ, ഈ ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ബോധത്തിൻ്റെ തലത്തിൽ നിന്ന്
മാറി നടക്കാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഉയർന്ന ബോധാവസ്ഥയും കൂടി ഇത് പ്രതീകവൽക്കുന്നത്. അപ്പം ജടായുവിടെ ജഡ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇനി ആയു അല്ലെങ്കിൽ ആ ശക്തി അല്ലെങ്കിൽ ചൈതന്യം, ആത്മചൈതന്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയ ശക്തി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തെ ഈശ്വരനിൽ നിന്നുള്ള ഒരു സമ്മാനമായി നമ്മൾ, ആയുസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന കാലത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താ പറയുക, ആയുസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളും ഞാനും ഒക്കെ ഈ ശരീരം സ്വീകരിക്കുന്നതിന് മുൻപേ നമ്മൾ ആത്മാവായിട്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ആൾക്കാർ തന്നെയാണ്, അവ്യക്തമായി ഇരുന്നിരിക്കും. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പറയാറുണ്ട് ദേവിയെ വ്യക്ത സ്വരൂപിണി, വ്യക്തമായും അവ്യക്തമായും ഇരിക്കുന്ന അല്ലെങ്കിൽ സ്വരൂപങ്ങളിൽ ഇരിക്കുന്നവൾ എന്ന്. അപ്പം ഞാനോ നിങ്ങളോ പിറവിയെടുക്കുന്ന സമയത്ത് നമ്മളൊരു രൂപം ധരിക്കുന്നു അല്ലേ, നാമരൂപങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ വരുന്നു. കാരണം യഥാർത്ഥത്തിൽ നിങ്ങളും ഞാനും നാമരൂപങ്ങൾക്ക് അതീതരാണ്. പക്ഷെ പ്രപഞ്ചത്തിലെത്തുന്ന സമയത്ത് അത് നാമരൂപങ്ങൾക്ക് ഉള്ളിലാണ്. ഈ നാമരൂപങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ആയുസ്, ഒരു കാലത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാവും. ഈ കാലത്തിൻ്റെ പശ്ചാത്തലത്തിനെയാണ് നമ്മൾ ആയുസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആയു എന്നുള്ളത് ഈശ്വരനിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. ഈ എത്ര കാലം ഞാൻ ഈ പ്രപഞ്ചത്തിൽ വസിക്കണം, അതാണ് ആയു. അപ്പോൾ അതിൻ്റെ സംരക്ഷണവും പരിപോഷണവും ആത്മീയ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ എനിക്ക് അനുവദിച്ച കാലത്ത്, നിങ്ങൾക്കും എനിക്കും അനുവദിച്ചു തന്ന ആ ആയുസ്സിൻ്റെ കാലത്ത് ആ ആയുവിനെ, ആ ആരോഗ്യത്തെ സംരക്ഷിച്ച് പരിപോഷിപ്പിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി വേറെ എന്താണ്, കർമ്മവും പുനർജന്മവും കൂടെയാണ് ആയു എന്ന് പറഞ്ഞാൽ. കാരണം ഒരാളിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യവും ഗുണവും കർമ്മത്താൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം തീരുമാനിക്കപ്പെടുന്നത്. അപ്പം നല്ല പ്രവൃത്തികൾ ദീർഘവും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കുമെന്നും ദുഷ്പ്രവൃത്തികൾ നമുക്ക് രോഗബാധിതമായ കഷ്ടപ്പാടിലേക്കും ആയുസ്സിനെ കുറക്കുന്നതിലേക്കും ഒക്കെ നയിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആത്മീയമായ വളർച്ച, ആയുസ് യഥാർത്ഥത്തിൽ എന്താണ്, അല്ലെങ്കിൽ ആയു എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയ്ക്കും സ്വയം തിരിച്ചറിവിനുമുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ. ഈ പ്രപഞ്ചത്തിൽ നിങ്ങളും ഞാനും വന്നാൽ നമ്മൾക്ക് ഈശ്വരൻ ദാനം തരുന്ന ആ കാലത്തിൻ്റെ ആ ഒരു പ്രഭാവം, അല്ലെങ്കിൽ ആ സമയക്രമം യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾക്ക് സ്വയം നമ്മളെ തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ. ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം വ്യക്തികൾക്ക് അവരുടെ ആത്മീയ ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള അവസരമാണ് കിട്ടുക. കാരണം ആയുസ്സിനെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ധാരാളം വിദ്യകൾ നേടാനുള്ള അവസരമുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ജഡായു എന്നുള്ള പ്രതീകവൽക്കരണം, ആയു എന്നുള്ള ഭാഗം നോക്കുമ്പോൾ അത് പ്രാണനും ചൈതന്യവുമാണ്, കാലവും അനിശ്ചിതത്വവുമാണ് യഥാർത്ഥത്തിൽ. കാരണം ആയു എന്ന ആ ഭാഗം നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം ആയുസ് എന്നുള്ളത് അളക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ പ്രാണനാണ്, ജീവചൈതന്യമാണ്, ജീവശക്തിയാണ്. അപ്പോൾ ഇത് ജീവശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചൈതന്യമാണ് ആയു. അങ്ങനെ ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ജടായു എന്നുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ നാമകരണം. ഇനി അതിൽ തന്നെ കാലവും അനിശ്ചിതത്വം എന്ന തത്വവും കൂടെയുണ്ട്. കാരണം ആയുസ് ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെ പ്രതീകവൽക്കരിക്കുന്നതാണ്. ആയുസ് നമ്മൾക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് അനുവദിച്ചു തന്ന സമയം പ്രാപഞ്ചികമായ ആ ക്രമത്തെ നോക്കിയാൽ, അതായത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ് എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് അനുവദിച്ചു തന്ന ആയുസ് വളരെ ക്ഷണികമാണെന്ന് നമുക്കറിയാം. വ്യക്തികൾ തങ്ങൾക്കുള്ള സമയം പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തുവാനും അവരുടെ ആത്മീയ വളർച്ചയ്ക്ക്, സ്വയം തിരിച്ചറിയലിന്, ആത്മസാക്ഷാത്കാരത്തിന് മുൻഗണന നൽകാനുമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജടായുവിനെ യഥാർത്ഥത്തിൽ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഈ പറയുന്ന പോലെ ശക്തിയും ധൈര്യവും അതുപോലെ ആത്മീയ പ്രാധാന്യം. കാരണം സീതയെ സംരക്ഷിക്കാൻ രാവണനെതിരെ പോരാടുവാൻ ജടായു വളരെ ശക്തിമത്തായ ഇടപെടലുകൾ നടത്തിയത് നമ്മൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തിയെയും ധൈര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ആ നാമം. അതുപോലെ തന്നെ ജടായു എന്ന കഥാപാത്രം നിസ്വാർത്ഥമായത്, അല്ലെങ്കിൽ നിസ്വാർത്ഥതയുടെ ഭക്തി, അതുപോലെ കടമ എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ദർശനങ്ങളിൽ, നമ്മുടെ ജീവിത സനാതന ധർമ്മ വ്യവസ്ഥയിൽ ഈ പറയുന്ന നിസ്വാർത്ഥതയ്ക്കും ഭക്തിക്കും കടമകൾ നിർവഹിക്കുന്നതിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ രാമായണത്തിലെ ഈ പറയുന്ന കഥാപാത്രങ്ങൾ, സ്ഥലനാമങ്ങൾ ഒക്കെ ഇപ്പം മനുഷ്യന്മാരായ ശ്രീരാമൻ അല്ലെങ്കിൽ ലക്ഷ്മണൻ
എന്നുള്ള സീത, രാവണൻ എന്നുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, രാമായണത്തിലെ സ്ഥലനാമങ്ങൾക്ക് പോലും തത്വമുണ്ട്. അതിൽ ജീവികൾക്ക് പോലും, ജടായു എന്ന പക്ഷിക്ക് പോലും ഒരു തത്വം പറയാനുണ്ട്. രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള പ്രതീകങ്ങൾ ജടായുവിനെ എടുത്താൽ കാണാം. നിസ്വാർത്ഥമായ ഭക്തി, കാലവും അല്ലെങ്കിൽ കടമയും തൻ്റെ ഉത്തരവാദിത്വവും, ആത്മീയമായ വളർച്ച, അതുപോലെ തന്നെ ഈ ചിറകുകളുടെ ഒരു പക്ഷിയായിട്ടാണ്. ചിറക് എന്താണ്? യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെയാണ് ചിറകുകൾ റെപ്രസെൻ്റ് ചെയ്യുക. ആത്മീയമായ ഉയർച്ച യഥാർത്ഥത്തിൽ ലൗകികമായ കെട്ടുപാടുകളിൽ എന്നെയോ അല്ലെങ്കിൽ നിങ്ങളെയോ മറികടക്കാനുള്ള കഴിവിനെയാണ്. ആ മറികടക്കുന്നതോടെയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പിന്നെ ആ പോരാട്ട വീര്യം, രാവണനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ആ ശാശ്വത പോരാട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ജടായു. ജടായു യഥാർത്ഥത്തിൽ നീതിയുടെയും കടമയുടെയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പം രാമായണത്തിലെ ഈ പറയുന്ന കഥാപാത്രങ്ങൾ ജടായു, കാരണം നമുക്കറിയാം ശ്രീരാമൻ്റെ സന്ദർഭത്തിൽ വാൽമീകി ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു പ്രാധാന്യമുള്ളതായിരിക്കും. അതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കുന്നത്. അപ്പോൾ എപ്പോഴും രാമായണത്തിൽ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മളെപ്പോഴും ആ കഥാപാത്രം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന തത്വമുണ്ടാവും. വാൽമീകി മഹർഷി മനസ്സിൽ കണ്ട് കൃത്യമായ പദ്ധതിയോടുകൂടി അവതരിപ്പിച്ചത് ആ തത്വമാണ് നമ്മൾ അറിഞ്ഞ് രാമായണ പാരായണം അല്ലെങ്കിൽ രാമായണ ഉപാസനയൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇനിയും നമ്മൾ ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ വരും വഴിയിൽ കണ്ടുമുട്ടും. ആ സമയത്ത് വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ഇനി നമ്മൾ കഥ മുൻപോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്ന അടുത്ത കഥാപാത്രം ശൂർപ്പണഖയാണ്. ശൂർപ്പണഖയുടെ കഥയാണ് പിന്നീട് വാൽമീകി അവിടെ വിവരിക്കുന്നത്. പഞ്ചവടിയിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന കാലത്തൊരു ദിവസം അവിടെ ഒരു സുന്ദരിയായ യുവതി എത്തുന്നു. അവൾ സുന്ദരിയും വളരെ ഉന്മേഷദായകയുമായിരുന്നു. രാജകീയമായ അലങ്കാരങ്ങളും ചിഹ്നങ്ങളും ശുഭകരമായ കാൽപ്പാടുകളും ഒക്കെ ആശ്രമത്തിൻ്റെ വാതിലിലേക്ക് അവളെ നയിച്ച് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. സീതയോടൊപ്പം താമസിക്കുന്ന ശ്രീരാമനെ അവിടെ വെച്ച് അവൾ കാണുകയാണ്. സൂര്യനെ പോലെ തിളങ്ങുന്ന സുന്ദരനായ ആ പുരുഷനെ കണ്ട് അവൾ അതിമോഹിതയായി ആകൃഷ്ടയായി. അങ്ങനെ സ്നേഹവും കാമവും അവളെ ആ പറയുന്ന വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ ശ്രീരാമനിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അവൾ ചെയ്യുന്നത്. അവൻ്റെ അടുത്തേക്ക് വന്ന് ശ്രീരാമനോട് വളരെ ശൃംഗാരഭാവത്തോടെ ചോദിക്കുകയാണ്, പ്രിയനെ, നീ ആരാണ്? നീ എന്തിനാണ് ഒരു മുനിയുടെ വേഷം ധരിച്ച് ഇവിടെ താമസിക്കുന്നത്? എന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ശൂർപ്പണഖയാണ്, മഹാനായ രാവണൻ്റെ സഹോദരി. അജയ്യനായ രാക്ഷസ ചക്രവർത്തിയാണ് എൻ്റെ സഹോദരൻ. ഞാൻ എൻ്റെ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഇനി അങ്ങയുടെ കഥ പറയൂ എന്ന് രാമനോട് പറയുകയാണ്. ശ്രീരാമൻ ഇവിടെ മറുപടി പറയുകയാണ്, ഞാൻ അയോധ്യയിലെ ദശരഥൻ്റെ മകൻ ശ്രീരാമനാണ്. ആ കാണുന്നതെൻ്റെ ഭാര്യ സീതയാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അർദ്ധാംഗിനി. മറ്റുള്ളത് അല്ലെങ്കിൽ മറ്റേയാൾ എൻ്റെ അനുജനായ സഹോദരനായ ലക്ഷ്മണനാണ്. അങ്ങേക്ക് എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശൂർപ്പണഖ ഒരു നാണവുമില്ലാതെ മറുപടി പറയുകയാണ്, നിൻ്റെ സൗന്ദര്യവും പുരുഷത്വവും കണ്ട് ഞാൻ ഭ്രമിച്ചു പോയിരിക്കുകയാണ്. നീ എന്നെ വിവാഹം കഴിച്ച് എന്നെ പ്രണയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഇത് കേട്ട ശ്രീരാമൻ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആവശ്യം നിരസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ വനവാസത്തിനായിട്ട് ഈ കാട്ടിൽ വന്നതാണ്. എൻ്റെ ഭാര്യയെയോ സഹോദരനെയോ ഉപേക്ഷിച്ച് എനിക്ക് വേറൊരാളോടുകൂടെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് മറ്റ് പല ആളുകളെയും അല്ലെങ്കിൽ താങ്കൾക്ക് താല്പര്യം തോന്നുന്ന മറ്റാരോടെങ്കിലും ഈ ഒരു ആവശ്യം പറയൂ എന്ന് പറയും. ഉടനെ തന്നെ ശൂർപ്പണഖ അവിടെ വിഭാര്യനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലക്ഷ്മണനെ കാണുകയും അവൾ നേരെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെ വിവാഹം കഴിക്കാൻ അവൾ ലക്ഷ്മണനോട് അപേക്ഷിക്കുന്നു. ലക്ഷ്മണൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ രാമൻ്റെ അനുജനാണ്, അദ്ദേഹത്തിൻ്റെ ദാസനാണ്. നീ ഒരു വേലക്കാരിയാവാൻ വിധിക്കപ്പെട്ടവളല്ല കാഴ്ചയിൽ, നീ ഒരു രാജ്ഞിയാകാൻ യോഗ്യതയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ
എൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ അതിനർഹതയുള്ള ആളുകളോട് നീ വീണ്ടും പോയി ചോദിക്കൂ. എൻ്റെ ജ്യേഷ്ഠനോട് തന്നെ താങ്കളുടെ കാര്യത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ പോംവഴി പറഞ്ഞു തരാൻ പറയൂ. ഞാൻ വേണമെങ്കിൽ ചേട്ടനെ നിർബന്ധിച്ച് താങ്കളെ സഹായിക്കാൻ പറയാം എന്ന് പറയുകയാണ്. ശൂർപ്പണഖ വീണ്ടും രാമൻ്റെ അടുത്തേക്ക് പോയി വീണ്ടും വിശദീകരിക്കുകയാണ്. നീ എന്നെ വിവാഹം കഴിച്ചാൽ ഞാൻ നിന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കും. ഈ വനം മുഴുവൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ഈ ജീവിതം നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്നതെല്ലാം ഈ വനത്തിൽ ആസ്വദിക്കാമെന്ന് പറഞ്ഞ് രാമനെ പ്രലോഭിപ്പിക്കുകയാണ്. രാമൻ അവളെ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ നിരാകരിക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും പറയുകയാണ്, ഒരു പുരുഷന് ഒരു സ്ത്രീ സഖി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണൻ ഇവിടെ ഇപ്പോൾ സ്ത്രീ സഖി ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ സഖിയായി കണക്കാക്കാം എന്നൊക്കെ അവൾ ഇങ്ങനെ പ്രലോഭനങ്ങളാൽ മൂടുകയാണ് ഇവരെ രണ്ടുപേരെയും. അപ്പോൾ അങ്ങനെ ഒടുവിൽ അവരവളെ വിവാഹം കഴിക്കാൻ എന്തായാലും തയ്യാറാകില്ല എന്ന് അവൾക്ക് ഉറപ്പായ സമയത്ത് അവൾ തൻ്റെ ആ ആകർഷകമായ കന്യകാരൂപം മാറ്റി യഥാർത്ഥ രൂപമായ രാക്ഷസീ രൂപം അവൾ പുറത്തേക്ക് എടുക്കുകയാണ്. അവൾക്ക് നീളമുള്ള ദംഷ്ട്രകളും ഒറ്റ നോട്ടത്തിൽ വളരെ ക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു. നിരാശയോടെ അവൾ സീതാദേവിയുടെ നേരെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി. കാരണം സീതാദേവി ഇല്ലാതായാൽ ഒരുപക്ഷെ രാമനെയും ലക്ഷ്മണനെയും സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും എന്ന ഒരു ധാരണയിലാണ്. അപ്പോൾ ഇത് കണ്ട് ലക്ഷ്മണൻ തൻ്റെ വാൾ ഉപയോഗിച്ച് അവളുടെ മൂക്കിൻ്റെയും ചെവികളുടെയും സ്തനങ്ങളുടെയും അഗ്രം മുറിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവളുടെ ശബ്ദം പർവ്വതനിരകളിൽ പ്രതിധ്വനിച്ചു. അവൾ അമിതമായി രക്തം വാർന്ന് അസ്വസ്ഥതയും നിരാശയുമായി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന സമയത്ത് ശ്രീരാമൻ പറയുകയാണ്, ഇപ്പോൾ രാവണൻ പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പാണ് എന്ന് രാമൻ അവിടെ ഗദ്ഗതം അല്ലെങ്കിൽ സ്വയം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ശൂർപ്പണഖയുടെ സഹോദരനായ ഖരൻ്റെ വധമാണ്. ശൂർപ്പണഖ ഈ ആക്രമണം നേരെ തൻ്റെ സഹോദരനായ ഖരൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവളെ കണ്ടപ്പോൾ അയാൾക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടായി. എൻ്റെ പ്രിയ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് നിന്നോട് ഈ ക്രൂരത ചെയ്തത്? ശൂർപ്പണഖ ആ സമയത്ത് വിശദീകരിക്കുകയാണ്. ദശരഥ രാജാവിൻ്റെ പുത്രന്മാരായ 2 സഹോദരന്മാർ, സുന്ദരന്മാരായ 2 മക്കൾ അവിടെ കാട്ടിൽ സുന്ദരിയായ ഒരു രാജ്ഞി സീതയോടൊപ്പം താമസിക്കുന്നുണ്ട്. മൂത്തയാൾ ശ്രീരാമനും ഇളയാൾ ലക്ഷ്മണനുമാണ്. ഇളയയാൾ തൻ്റെ വാളുപയോഗിച്ച് എന്നോട് ഈ ക്രൂരത ചെയ്തു, മൂത്തയാൾ കൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ എന്ന നിലയിൽ താങ്കൾ അവരെ കൊന്നുകൊണ്ട് ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യണം. ദയവായി അവരുടെ മൃതദേഹങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ കൊണ്ടുവരണം. എനിക്ക് അവരുടെ രക്തം എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തോടെ കുടിക്കണം. അങ്ങനെ ഖരൻ ഇത് കേട്ട് കോപാകുലനായി ക്രൂരമായ ആ ഒരു യുദ്ധത്തിന് വേണ്ടി, അതായത് ഇത്രയും ക്രൂരമായി എൻ്റെ സഹോദരിയോട് പെരുമാറിയ ആ സഹോദരന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ്. അതായത് രാമലക്ഷ്മണന്മാരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. തൻ്റെ യോദ്ധാക്കളെ അയക്കാൻ ആദ്യം അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ സൈന്യത്തോട് കൽപ്പിച്ചു, ആ 2 പേരെയും കൊന്ന് അവരുടെ മൃതദേഹങ്ങൾ എൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ 14 ശക്തരായ യോദ്ധാക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സഹോദരിയോട് പറയുകയാണ്, സഹോദരി അവരോടൊപ്പം പോയി കുറ്റവാളികളുടെ സ്ഥാനം കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഖരൻ്റെ 14 യോദ്ധാക്കൾ അവരുടെ ഗദകൾ, സർവ്വ ആയുധങ്ങളെടുത്ത് കുന്തങ്ങളും വില്ലുകളും ഒക്കെ തയ്യാറായി നേരെ പഞ്ചവടിയിലേക്ക് അവർ ഒരുമിച്ച് ചെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ അമ്പുകൾ ഒന്നൊന്നായി അവർ തിരിച്ചടിച്ചു. എല്ലാവരും യുദ്ധാനന്തരം അവിടെ തളർന്നു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലക്ഷ്മണൻ്റെ സഹായമില്ലാതെ തന്നെ 14 യോദ്ധാക്കളെയും ശ്രീരാമൻ വധിക്കുകയാണ്. ശൂർപ്പണഖ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് വീണ്ടും ഓടിപ്പോയി. അതിനെക്കുറിച്ച് ഈ പറയുന്ന സംഭവത്തെക്കുറിച്ച് തൻ്റെ യോദ്ധാക്കൾക്ക് സംഭവിച്ചത് കേട്ട ഖരൻ വീണ്ടും കോപാകുലനായി. തുടർന്ന് ഭൂഷണൻ്റെയും ത്രിശിരസിൻ്റെയും നേതൃത്വത്തിൽ 14,000 മികച്ച യോദ്ധാക്കളെ അദ്ദേഹം വീണ്ടും അങ്ങോട്ടേക്ക് അയക്കാൻ ആജ്ഞാപിച്ചു. അവർ പഞ്ചവടിയിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ വരവിൻ്റെ ശബ്ദം
ഉയരമുള്ള മരങ്ങളിൽ ഇടിമുഴക്കം, കാരണം അത്രയും ആയിരക്കണക്കിന് സൈന്യം ഒരുമിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, നമ്മളൊരു ഉഗ്രമായ യുദ്ധത്തെ നേരിടാൻ പോവുകയാണ്. സീതാദേവിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവളെ സുരക്ഷിതമായ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുക. അത് മാത്രമാണ് ഇപ്പോൾ താങ്കളുടെ കടമ. ഞാൻ അസുരന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ ഒറ്റയ്ക്ക് നശിപ്പിച്ചതിന് ശേഷം തിരിച്ചു വരാം. അങ്ങനെ തൻ്റെ സഹോദരൻ്റെ വീര്യം അറിയാവുന്നതിനാൽ ലക്ഷ്മണന് ഒരു ശങ്കയും ഉണ്ടായിരുന്നില്ല. രാമൻ അത് സാധിക്കും എന്നുള്ളത് വളരെ കൃത്യമായി ലക്ഷ്മണന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അസുരന്മാർ വിവിധ ആയുധങ്ങളുമായി ധാരാളം ആയുധധാരികളായ ഈ അസുരന്മാർ അവിടെ എത്തിച്ചേരുകയും അവരൊക്കെ രാമന് നേരെ ആക്രമണം തൊടുത്തു വിടുകയും ചെയ്തു. എന്നാൽ ശ്രീരാമൻ്റെ അമ്പുകൾക്ക് വളരെ വേഗവും അവരുടെ അപേക്ഷിച്ച് എണ്ണത്തിൽ കൂടുതലായതിനാൽ അവയ്ക്കൊന്നും ഈ അസുരന്മാരുടെ ആക്രമണങ്ങൾക്കൊന്നും ശ്രീരാമനെതിരെയുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. അങ്ങനെ ഈ വന്ന ആളുകളുടെ രഥവും അതിലെ യോദ്ധാക്കളും ഒക്കെ നശിച്ചു. പിന്നെ നമ്മൾ ദ്വന്ദ്വയുദ്ധവും അതുപോലെ വാൾയുദ്ധത്തിനായിട്ട് രാമൻ്റെ നേരെ അവർ ചാടി വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാമൻ അവൻ്റെ കൈകൾ വെട്ടി പരിചക കൊണ്ട് അവനെ തടുത്ത് അങ്ങനെ ആ ദൂതനും അന്ത്യശ്വാസം വലിച്ചു. പിന്നെ ത്രിശിരന്മാർ, ഈ ത്രിശിരസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തമായ യുദ്ധം വീണ്ടും ചെയ്തു. രാമന് നേരെ വീണ്ടും അമ്പുകൾ എയ്ത് രാമൻ ആ 3 അമ്പുകളിൽ ഒക്കെ നിർവീര്യമാക്കുകയും അവ പരസ്പരം അവർ 2 പേരും 100 കണക്കിന് അമ്പുകൾ എയ്തുകൊണ്ട് യുദ്ധം തുടരുകയാണ്. ഒടുവിൽ അസുരന്മാർ നിലത്ത് വീണ സമയത്ത് ശ്രീരാമൻ ആ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള തൻ്റെ ആയുധമെടുത്ത് അവൻ്റെ തല വെട്ടുകയാണ്. പിന്നെ ഖരൻ ഒരു ശോഭയുള്ള രഥത്തിൽ നിന്ന് യുദ്ധക്കളത്തിലേക്ക് വന്ന് അങ്ങനെ ശ്രീരാമനും ഖരനും തമ്മിൽ വീണ്ടും ഘോരമായ ഒരു യുദ്ധം നടക്കുകയാണ്. അവസാനം ഇന്ദ്രൻ സമ്മാനിച്ച ആ വിഷ്ണുവിൻ്റെ ദിവ്യമായ വില്ല് ഉപയോഗിച്ച് ശ്രീരാമൻ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ യഥാർത്ഥത്തിൽ ഈ ഖരൻ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് ഒടുവിൽ ആ സമയത്ത് എന്താ പറയുക, അമ്പ ചെയ്യുന്ന സമയത്ത് ശ്രീരാമൻ്റെ അടുത്ത് പരാജയം ഏറ്റുവാങ്ങിയ ഉടനെ തന്നെ വീണ്ടും ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് ശ്രീരാമൻ്റെ മുമ്പിൽ എത്തുകയാണ്. അങ്ങനെ പല അസ്ത്രങ്ങളും, അഗ്നിയസ്ത്രങ്ങളും അങ്ങനെ വരുണൻ സമ്മാനിച്ച വരുണാസ്ത്രവും ഒക്കെ രാമന് നേരെ പ്രയോഗിക്കുകയാണ്. ശ്രീരാമൻ അതൊക്കെ വളരെ ഗംഭീരമായി തടുക്കുകയും അതുപോലെ ശ്രീരാമനും പ്രത്യാക്രമണം നടത്തുകയാണ്. അങ്ങനെ ഗംഭീരമായ യുദ്ധം. അങ്ങനെ അവസാനം ആ യുദ്ധത്തിനൊടുവിൽ ഖരൻ്റെ ശിരസ് രാമൻ എടുക്കുകയാണ്. അപ്പം ഇന്ദ്രൻ്റെ ആ ആയുധം എടുത്തത് തന്നെയാണ് ഖരനെ വധിക്കുന്നത്. അവൻ്റെ ആ ശിരസ് ചെന്ന് വീണത് ലങ്കാനഗരത്തിൻ്റെ കവാടത്തിന് സമീപമാണ്. അങ്ങനെ ദൂഷണനും ത്രിശിരസും എന്നിവരും 14,000 സൈനികരും ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ മരിക്കുകയാണ് അവിടെ കഥയിൽ നമ്മൾ കാണുന്നത്. അതും ഒരു ഒറ്റ മനുഷ്യനുമായി യുദ്ധം ചെയ്തുകൊണ്ട് അവരിൽ 14,000 പേരും മോചിതരായി സ്വർഗീയമായ ആത്മാക്കളായി മാറുന്നു. കാരണം അവർക്ക് ഭഗവാൻ തന്നെ മോചിതരാകാനുള്ള മഹാഭാഗ്യം കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ തത്വം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അസുരന്മാർക്ക് മോക്ഷം കിട്ടുന്നതിൻ്റെ തത്വം. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പറയുന്ന ആത്മാക്കളൊക്കെ ഭയഭക്തിയോടെ ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവരുടെ മുൻ ജന്മങ്ങളിലുള്ള കഥ പറഞ്ഞു, രാക്ഷസന്മാരായി ഞങ്ങൾ കഠിനമായ തപസ് ചെയ്ത് മഹേശ്വരൻ്റെ ദർശനം നേടി, അവൻ ഞങ്ങൾക്ക് വരവും നൽകി, ഞങ്ങളുടെ മിഥ്യാധാരണങ്ങൾ അവസാനിപ്പിച്ച് ജനന മരണങ്ങളുടെ സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഭഗവാൻ ശ്രീരാമനായി പ്രത്യക്ഷപ്പെടുകയും നമ്മൾക്ക് മോചനം നൽകുകയും ചെയ്യുന്നത് വരെ ഞങ്ങൾ ലോകത്തിൽ രാക്ഷസന്മാരായി തുടരേണ്ടതുണ്ട്. അപ്പോൾ ശ്രീരാമ, അങ്ങ് മഹാദേവൻ തന്നെയാണ്. ആത്യന്തികമായി യാഥാർത്ഥ്യമായ ആ ബ്രഹ്മത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഉപദേശിക്കൂ എന്ന് ശ്രീരാമനോട് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയാണ്, ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നാമങ്ങൾക്കും രൂപങ്ങൾക്കും പരമാത്മാവ് സാക്ഷിയാണ്. അതായത് നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോധം അനുഭവിക്കുന്ന 3 മാനങ്ങളാണ്, അല്ലെങ്കിൽ 3 തലങ്ങളാണ് സ്വപ്നം, സുഷുപ്തി, ജാഗ്രത.
ഈ 3 അവസ്ഥകളുടെയും സാക്ഷിയായി ഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ. പരമാത്മാവ് ബ്രഹ്മമാണ്. അസ്തിത്വം, ബോധം, ആനന്ദം എന്നിവയെല്ലാം ഒന്നായി ചേർന്നിരിക്കുന്ന ഒരേ ഒരു സത്വം. അതിനെയാണ്, ഒരേ ഒരു സത്വത്തെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? പരമാത്മാവ്. അതായത് പരമാത്മാവ് ബ്രഹ്മചൈതന്യമാണ്. അസ്തിത്വവും അതിൻ്റെ ബോധവും അതിൻ്റെ ആനന്ദവും ഇതെല്ലാം ചേർന്ന് ഒരു സത്തയായിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആത്മതത്വം, പരമാത്മതത്വം. അങ്ങനെ നമ്മൾ ബാല്യത്തിലൂടെയും യൗവനത്തിലൂടെയും വാർദ്ധക്യത്തിലൂടെയും പരമാത്മാവിൻ്റെ നിരീക്ഷണത്തിൽ നമ്മൾ കടന്നു പോകുന്നു. കാരണം ഞാനും നിങ്ങളും ജനിച്ച സമയം മുതൽ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ്, ഒരു പ്രോഗ്രഷനിലേക്കാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മാറുന്നു, നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നു. ജനിച്ച അന്നുള്ള ആഗ്രഹങ്ങളല്ല ഓരോ ദിവസവും ഓരോ വർഷവും കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം ഈ പ്രോഗ്രഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രോഗ്രഷനിലും നമ്മുടെ കൂടെ മാറാതെ ഒരു സാക്ഷിഭാവത്തിൽ പരമാത്മാവ് നിരീക്ഷണ ഒരു അവസ്ഥയിൽ നമ്മിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ മാറ്റങ്ങളൊന്നും ആ പ്രേക്ഷകനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷണ ഭാവത്തിലിരിക്കുന്ന പരമാത്മാവിനെ ബാധിക്കുന്നേ ഇല്ല. നമ്മൾ പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു ചേരുകയും എല്ലാത്തിലുമുള്ള ഏകത്വം നമ്മൾ ദർശിക്കുകയും ചെയ്യും. അതുവരെ പരമാത്മബോധത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്വപ്ന സുഷുപ്തി ജാഗ്രതാ ബോധത്തിൽ മാത്രം ജീവിക്കും. അതാണ് ഇന്ദ്രിയ അവബോധമുള്ള ബോധം, ഇന്ദ്രിയങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ബോധം. അതിനെയാണ് മഹാഭാരതത്തിലെ ഭഗവത്ഗീത സന്ദർഭത്തിൽ നമ്മൾ കാണുന്ന ആ മനസ്സാണ് അർജുനൻ. ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്താൽ നമ്മളെ നയിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സ് നമ്മൾക്ക് സമ്മാനിക്കുക അർജുനനുണ്ടായ അതേ അവസ്ഥയാണ്. എല്ലാ വിദ്യകളും എല്ലാ ശക്തിയും നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ വന്നു ചേരുന്ന പല ഘട്ടങ്ങളിലും പല വെല്ലുവിളികളും പല ഉത്കണ്ഠകളും ആശങ്കകളും ഒന്നും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ബോധം കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒരു ബോധ ചൈതന്യമുണ്ട്. അതാണ് തുരീയ ബോധം, അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ലക്ഷ്മണനും ഈ പറയുന്ന സീതയും ഗുഹയിൽ നിന്ന് തിരിച്ചെത്തി. കാരണം ഈ യുദ്ധം നടക്കുമ്പോൾ ഗുഹയിലേക്ക് അവരെ പറഞ്ഞു വിട്ടതായിരുന്നു. കാരണം എന്തിനാണ്? ഇതിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അവർ തിരിച്ചെത്തുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് കാര്യങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാകുന്നു. അങ്ങനെ 3 മണിക്കൂറോളം സമയം എടുത്ത് 14,000 കണക്കിന് യോദ്ധാക്കളെ ശ്രീരാമൻ ഇല്ലാതാക്കി. ആരും ഇതുവരെ ദർശിക്കാത്ത ഒരു നേട്ടമായിരുന്നു അത്. അങ്ങനെ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അപ്പോൾ കാരണം ഇപ്പോൾ അവസാനിച്ച ആ ഘോര യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളായി ശ്രീരാമൻ്റെ ശരീരത്തിൽ നിരവധി മുറിവുകൾ കണ്ട് സീത വളരെ നിശബ്ദമായി കരയുകയാണ്. രാമൻ ശാന്തമായി അവിടെ നിൽക്കുമ്പോൾ ആ മുറിവുകളുടെ പ്രഭാവം കുറയ്ക്കാൻ അവൾ ആ മുറിവുകളിൽ തഴുകുകയും പിന്നെ അവൾ അവിടെ ചുറ്റി നടന്ന് നോക്കുന്ന സമയത്ത് അവിടെ കിടന്ന മൃതദേഹങ്ങളുടെ ഒരു കടൽ തന്നെ അവൾ കാണുകയാണ്. ഇനി രാവണന് നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ല. അവൻ തീർച്ചയായും പ്രതികാരം ചെയ്യും. ലക്ഷ്മണൻ പോയി ഖരനെയും 14,000 രാക്ഷസന്മാരെയും രാമൻ വധിച്ചതായി മുനിമാരെ അറിയിക്കുന്നു. അങ്ങനെ വാർത്ത കേട്ട് അവർ ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയാണ്. കാരണം രക്ഷകരെ അല്ലെങ്കിൽ ഈ മുനിമാരെ സംരക്ഷിക്കാൻ മുനിമാർ അവർക്ക് പ്രത്യേകമായ ഒരു മന്ത്രമോതിരം കൊടുക്കുകയാണ്. വജ്രം പതിച്ച നെറ്റിയിലെ ഒരു ചൂഢാരത്നം, ഒരു ശരീരകവചം അവരെ സമ്മാനിക്കുകയാണ്. ശ്രീരാമൻ ആ മോതിരമെടുത്ത് ഉടൻ ധരിച്ചു. സീതയ്ക്ക് ചൂഢാരത്നം നൽകി. ലക്ഷ്മണന് ശരീരകവചവും അവർ നൽകുന്നു. പിന്നീട് കഥാഭാഗത്തിലേക്കുള്ള അടുത്ത പുരോഗതിയിൽ നമ്മൾ കാണുന്നത് ശൂർപ്പണഖ രാവണനോട് പരാതി പറയുന്നതാണ്. നേരത്തെ ശൂർപ്പണഖ പോയി ഖരനോടാണ് പറഞ്ഞതെങ്കിൽ ഖരൻ യുദ്ധത്തിൽ പോയി ഏറ്റുമുട്ടി ഇല്ലാതാവുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ശൂർപ്പണഖ രാവണനോട് പരാതി പറയുന്നു. ശൂർപ്പണഖ തൻ്റെ സഹോദരനായ രാവണൻ്റെ അടുത്തേക്ക് ചെന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് രാവണനോട് വിശദീകരിച്ച് പറയുന്നു. ലക്ഷ്മണൻ അവളുടെ വലിയ ആ ശരീരം വികൃതമാക്കി. അവൾ ഇപ്പോഴും ആ രക്തസ്രാവം തുടർന്നുകൊണ്ട് തന്നെയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പ്രിയ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത്? പറയൂ. എൻ്റെ സഹോദരിയോട് ഇത്രയും ക്രൂരത ചെയ്തവരെ ഞാൻ വെറുതെ വിടില്ല. അവൻ ഒരു മാന്യനായാലും ഒരു നീചനായാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ ശൂർപ്പണഖ
മറുപടി പറയുകയാണ് രാവണനോട്, നീ ഒരു വിഡ്ഢിയാണ്, എപ്പോഴും മദ്യപിക്കുകയും ചുറ്റുമുള്ള സ്ത്രീകളുമായി ആനന്ദിക്കുകയും ചെയ്യുന്നു. സ്വന്തം സഹോദരിയെ പരിപാലിക്കാൻ നിനക്ക് സമയമില്ല. നീ ഒരു രാജാവാണെങ്കിലും നിന്റെ കടമ നിർവഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിന്റെ ചാരന്മാർ യഥാർത്ഥത്തിൽ ഉപയോഗശൂന്യരാണ്. നിന്റെ മൂക്കിന് കീഴിൽ 2 ഭയങ്കരമായ മനുഷ്യർ താമസിക്കുകയും അല്ലെങ്കിൽ ആ വനത്തിൽ തങ്ങി നിൽക്കുകയും രാക്ഷസന്മാരെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നീ അറിഞ്ഞിരുന്നേയില്ല. ഖരനും ദൂഷനും ത്രിശിരന്മാരും അവരുടെ 14,000 സൈനികരും എന്നിവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നീ കേട്ടിട്ടില്ലേ? ആ ശ്രീരാമൻ അവരെ പകുതിയോടെ യമൻ്റെ വാസസ്ഥലമായ മരണത്തിലേക്ക് അയക്കാൻ, അതായത് ഒരു യുദ്ധം പൂർണ്ണമായും ചെയ്യാതെ തന്നെ ഇത്രയും ആൾക്കാരെ അയച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ രാവണൻ പറയുകയാണ്, പ്രിയ സഹോദരി പറയൂ, ഈ മനുഷ്യൻ ആരാണ് ഈ ശ്രീരാമൻ? ഞാൻ അവനെ കണ്ടെത്തി ഉടൻ തന്നെ മരണത്തിലേക്ക് ഓടിച്ചു കളയാം. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. അപ്പോൾ ശൂർപ്പണഖ കാര്യങ്ങളെല്ലാം വീണ്ടും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പതിവ് പോലെ ഞാൻ കാട്ടിൽ ശാന്തമായി അലഞ്ഞ് ഉഴറി നടക്കുന്ന സമയത്ത് ഗംഗാനദിയുടെ തീരത്തുള്ള പഞ്ചവടിയിൽ ഒരു ആശ്രമം കണ്ടു. അവിടെ ഞാൻ ശ്രീരാമനെ കണ്ടുമുട്ടി. ഒരു പുണ്യപുരുഷൻ്റെ വേഷം ധരിച്ച സുന്ദരനായ ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷാന്തേഹിയുടെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ വേഷമാണ് ധരിച്ചതെങ്കിലും അവൻ്റെ കയ്യിൽ വില്ലുകളും അമ്പുകളും ഉണ്ടായിരുന്നു. അവൻ സൂര്യനെ പോലെ പ്രകാശിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആയ ലക്ഷ്മണനും അവിടെ ഉണ്ടായിരുന്നു. അത്രയും സുന്ദരിയും അതീവമായ ഒരു ദേവതയെ പോലെ ചൈതന്യവുമുള്ളവളാണ് ശ്രീരാമൻ്റെ ഭാര്യ. ശരിക്കും സുന്ദരിയായ ഒരു സ്ത്രീയും അല്ലെങ്കിൽ അവളെക്കാളും സുന്ദരിയായ മറ്റൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കുവാനേ സാധിച്ചില്ല. ദേവന്മാരിലോ മനുഷ്യരിലോ അസുരന്മാരിലോ നിങ്ങൾക്ക് അവളെ കാണാൻ സാധിക്കില്ല. ഇന്ദ്രൻ്റെ ഭാര്യയായ ഇന്ദ്രാണി, വിഷ്ണുവിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി, മഹാദേവൻ്റെ ഭാര്യയായ ഗൗരി, സരസ്വതി ദേവി പോലും അവളുടെ സൗന്ദര്യത്തിന് മുൻപിൽ ഒന്നുമല്ല. അവളെ കണ്ടപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചോർത്തു. ആ സ്ത്രീക്ക് ഇണയാകാൻ യോഗ്യൻ നീ മാത്രമാണ്. ഞാൻ നിന്നെക്കുറിച്ചും അവളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇളയ സഹോദരൻ എൻ്റെ നേരെ ചാടി വീണ് എൻ്റെ മൂക്കും ചെവികളും മുലകളും വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തെക്കുറിച്ച് സഹോദരൻ ഖരനോട് ഞാൻ പറഞ്ഞു. അവൻ 14,000 പേരുടെ സൈന്യത്തെ ദൂഷണനും ത്രിശിരസിനും നേതൃത്വം നൽകി അയച്ചു. പിന്നീട് അദ്ദേഹം തന്നെ യുദ്ധം നയിച്ചു. 3 മണിക്കൂറിനുള്ളിൽ ശ്രീരാമൻ അവരെ എല്ലാം കൊന്നു, അതും ആരുടെയും സഹായമില്ലാതെ. രാമൻ്റെ വീര്യം നിങ്ങളൊഴികെ മറ്റാരും കാണുന്നില്ല. സീതയെ ഭാര്യയായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാവാൻ സാധ്യതയുണ്ട്. അവളെ ഭാര്യയായി ലഭിക്കാൻ നിന്നേക്കാൾ അർഹതയുള്ള മറ്റൊരാൾ ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്ന് പറയുകയാണ്. സഹോദരന്മാരായി നേരിട്ട് യുദ്ധം ചെയ്യുന്നത് നല്ല ആശയമാണോ എന്നെനിക്കറിയില്ല. നിങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവരെ വഞ്ചിച്ച് അവളെ നിങ്ങളുടെ അറയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചാൽ അവൾ നിങ്ങളുടെ പക്ഷത്താണെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാവും. ഇങ്ങനെ ശൂർപ്പണഖ പ്രലോഭനത്തിൻ്റെ വാക്കുകളാണ് രാവണന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥ വസ്തുതയിൽ നിന്നും ഒരുപാട് അതിനെ ഉയർപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ സഹോദരിയുടെ വാക്കുകൾ കേട്ട് രാവണൻ അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പഞ്ചവടിയിലെ കന്യകയുടെ വിവരണം കേട്ട മാത്രയിൽ അവൻ്റെ മനസ്സിൽ സദാ സീതയുടെ ചിന്ത ഉണർന്നു കഴിഞ്ഞിരുന്നു. ആ രൂപം അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നതേ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഈ ചിന്തകളാൽ രാവണന് ശരിക്കും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. 14,000 പുരുഷന്മാരുടെ ഒരു സൈന്യത്തെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിഞ്ഞ ശ്രീരാമനെക്കുറിച്ചും ഇതിനിടയിൽ അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ രാമൻ ഒരു മനുഷ്യനല്ല. കാരണം കഥയിൽ വ്യക്തമാകുന്നതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. ശൂർപ്പണഖ പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ ശ്രീരാമനെ സംബന്ധിച്ച് അറിയാനുണ്ട്. എന്നെ കൊല്ലാൻ ഭഗവാൻ നാരായണൻ ലോകത്തിൽ ജനിച്ചതാണോ? എൻ്റെ വിധി അതാണ് എങ്കിൽ ഭഗവാൻ കൊല്ലുന്നത് ഒരു അനുഗ്രഹമായതിനാൽ വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നേരെ വൈകുണ്ഠത്തിൽ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തെത്തും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രാക്ഷസ സാമ്രാജ്യം ഭരിക്കാൻ തുടരാം. അതുകൊണ്ട് ശ്രീരാമനുമായി യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. ഈ
നാടകത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്തിയതിൽ രാവണൻ സ്വയം സംതൃപ്തനായിരിക്കുകയാണ്. ശ്രീരാമ, വ്യക്തിത്വമുള്ള പരമാത്മാവ് എൻ്റെ ഭക്തിയിൽ പ്രസാദിക്കുകയില്ല. അതിനാൽ ഞാൻ നിരന്തരം അവനെക്കുറിച്ച് വിദ്വേഷ ചിന്തകൾ മനസ്സിൽ വെച്ച് കൊണ്ട് അവനെ സമീപിക്കും. അങ്ങനെ രാവണൻ യഥാർത്ഥത്തിൽ എന്താണ് ശ്രീരാമൻ എന്നുള്ള കാര്യം ശൂർപ്പണഖയുടെ വിവരണത്തിൽ നിന്ന് ഏതാണ്ട് ഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കഥയുടെ ആ ഒരു പുരോഗതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് മാരീചനും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ്. പ്രഭാതത്തിൽ രാവണൻ തൻ്റെ രഥത്തിൽ കയറി അമ്മാവനായ മാരീചനെ കാണാൻ പുറപ്പെടുകയാണ്. രാക്ഷസ വംശത്തിൽ പെട്ടവനാണെങ്കിലും മാരീചൻ ഒരു ഭക്തനായിരുന്നു. മാരീചൻ യഥാർത്ഥത്തിൽ വിഷ്ണു ഭക്തനായിരുന്നു, രാമൻ്റെ ഭക്തനായിരുന്നു. അവൻ്റെ മനസ്സെപ്പോഴും രാമനോടുള്ള ആരാധനയാൽ നിറഞ്ഞിരുന്നു. അവൻ്റെ മനസ്സിൽ രാമൻ്റെ രൂപം ഒരു പാറിപ്പറന്ന മുടിയും ഒരു ഭിക്ഷക്കാരനായ ഋഷിയുടെയും വസ്ത്രം ധരിച്ചിരുന്നതായിരുന്നു. രാവണൻ തിടുക്കത്തിൽ വരുന്നത് കണ്ടപ്പോൾ എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന് മാരീചന് തോന്നി. അദ്ദേഹം രാവണനെ സ്വാഗതം ചെയ്യുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. അവർ പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ്. രാവണൻ തൻ്റെ സന്ദർശനത്തിൻ്റെ കാരണം പറയുകയാണ്. അവിടെ ഒരു അടിയന്തര സാഹചര്യത്തിൽ എനിക്ക് ആരെയെങ്കിലും സഹായിക്കേണ്ടി വരുമ്പോൾ താങ്കളെ പോലുള്ള മറ്റൊരു വിശ്വസ്തൻ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരായ 2 സഹോദരന്മാർ പഞ്ചവടിയിൽ, അതായത് ഈ കാട്ടിലെ പഞ്ചവടിയിൽ വന്നിട്ടുണ്ടെന്നും മൂത്ത രാജകുമാരൻ്റെ ഭാര്യയായ സുന്ദരിയായ സ്ത്രീയോടൊപ്പം അവർ താമസിക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. അവരെൻ്റെ സഹോദരിയായ ശൂർപ്പണഖയുടെ ശരീരങ്ങൾ ഛേദിച്ചിരിക്കുന്നു, അത് ഛേദിച്ച് വികൃതമാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രതികാരത്തിനായി ഖരനും 14,000 പോരുന്ന സൈന്യവും പ്രതികാരം ചെയ്യാൻ പോയപ്പോൾ ശ്രീരാമൻ അവരെയെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നു. അതിനാൽ സീത എന്ന ആ ഒരു ഈശ്വരതുല്യമായ, ആ കന്യകാതുല്യമായ അല്ലെങ്കിൽ ആ സൗന്ദര്യധാമത്തെ തട്ടിക്കൊണ്ടുപോയി അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ മഹത്തായ കഴിവുള്ള ഒരു മന്ത്രവാദിയാണല്ലോ. മാരീചനോട് പറയുകയാണ്, സീതയെ ഒരു സ്വർണമാനായി ചെന്നുകൊണ്ട് വശീകരിക്കാൻ നിൻ്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിക്കുക. അവൾ അതിൽ മയങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. അപ്പോൾ സഹോദരന്മാർ നിന്നെ പിടിക്കാൻ ശ്രമിക്കും. നീ ആഴമേറിയ വനങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടണം. അങ്ങനെ സഹോദരന്മാരെ അവരുടെ ആശ്രമത്തിൽ നിന്ന് വളരെ ദൂരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് അകറ്റി. അവിടെ സീത ഒറ്റയ്ക്കായിരിക്കും. ആ സമയം ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോരാം. ഇങ്ങനെ ദുഷ്ടപദ്ധതി ചമയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ രാവണൻ. കാരണം രാവണന് ശൂർപ്പണഖയുടെ പ്രതികാരം അല്ലെങ്കിൽ അത് നിറവേറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലും കൂടുതലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സീതയെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്നത് അദ്ദേഹം അറിഞ്ഞതേയില്ല. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മാരീചനുമായുള്ള സംവാദത്തിൽ നമുക്ക് നിർത്താം. രാവണൻ്റെ ആ പദ്ധതിയിലേക്ക് നമുക്ക് നിർത്താം. അടുത്ത എപ്പിസോഡിൽ ഈ കഥയുടെ പുരോഗതി നമുക്ക് വീണ്ടും പരിശോധിക്കാം. അതിൻ്റെ അവസാനം നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ തത്വങ്ങളും കൂടെ അവലോകനം ചെയ്യാം. ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പറയുന്ന എപ്പിസോഡുകളെല്ലാം സ്പിരിറ്റ് ഓഫ് രാമ എന്നുള്ള എല്ലാ എപ്പിസോഡും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ തത്വചിന്തനം എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.